കറണ്ട് പോയോ? ഹോ, ചതിച്ചല്ലോ ദൈവമേ. മോന്റെ ഡ്രസ്സ് തേച്ചതിന് ശേഷം തേക്കാന്ന് കരുതിയതാ. ഇനി തേക്കാത്ത സാരി ഉടുത്തോണ്ട് പോകേണ്ടി വരുമല്ലോ. പകലും തുടങ്ങിയോ കറണ്ട് കെട്ട്? ഹലോ, ഇവിടെ ആരുമില്ലേ? എന്താണ് ആരും? ആരാ മനസ്സിലായില്ല? ഇലക്ട്രിസിറ്റി. ആഹാ, കൃത്യസമയത്ത് തന്നെ നിങ്ങൾ എത്തി. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയതാ, കറണ്ട് പോയി. പോയതല്ല, ഊരിയതാ. ദേ കണ്ടില്ലേ ഫീസ്? അതെ, സമയത്ത് കറണ്ട് ബില്ല് അടയ്ക്കണം. കറണ്ട് കട്ടേണ്ട സമയം കഴിഞ്ഞിട്ട് ദിവസം 5 ആയി. വീടൊക്കെ ഭയങ്കര ഗെറ്റപ്പാ, പക്ഷെ കാശ് അടയ്ക്കാൻ സെറ്റപ്പ് ഇല്ലെന്നാ തോന്നണേ. ഞങ്ങള് ബില്ല് അടച്ചതാണല്ലോ. ബില്ലടക്കേ, വെറുതെ പണി ഉണ്ടാക്കല്ലേ മാഡം. ബില്ലടച്ചെങ്കിൽ ഇവിടെ വന്ന് ഫ്യൂസർ എനിക്ക് എന്താ തലയ്ക്ക് പ്രാന്താ. രസീത് ഉണ്ടാ കയ്യില്? റെസീറ്റ് മോന്റെ കയ്യിലാ, അവനാ അടച്ചത്. അവൻ അടച്ചു കാണൂല, അടിച്ച് മാറ്റി കാണും. ഇന്നേ കുറെ ഫീസ് ഊരാളോടെ നേരത്തെ ഇറങ്ങിയത്. ഐശ്വര്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് ഊരാന്ന് കരുതി. എന്തായാലും പയ്യൻസിനോട് എന്റെ അന്വേഷണം പറഞ്ഞു. ഗുഡ് മോർണിംഗ് പത്മ ചേച്ചി. ഹൗ ആർ യു? എത്ര നേരായി ഞാൻ വിളിക്കുന്നു. ഡാ, നീ ഞങ്ങളുടെ കറണ്ട് ബില്ലൊന്നും അടയ്ക്കണം. ജോസിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കറണ്ട് കട്ടായി. വെരി സോറി ചേച്ചി, എനിക്കിനി നാളെ അപ്പോയിന്റ്മെന്റ് തരാൻ പറ്റും. ഭയങ്കര ബിസിയാ. നാളെ തന്നെ അടച്ചേക്കാം. പിന്നെ എന്റെ കാര്യം കുട്ടപ്പ സാറിനോടൊന്ന് പറയണം. ജപ്പാനിലേക്ക് അടുത്ത കണ്ടെയ്നർ എപ്പോഴാ പോണേ? ജപ്പാന്റെ കാര്യം പറയുമ്പോ അപ്പം കട്ട് ചെയ്യും. ഹായ് ഗേൾസ്. ഹായ് ഹായ്, I am Japan Babu, a special tourist guide for Japanese ladies. Sometimes I handle Iraqi people. Nice to meet you. Nice to meet you. നല്ല മാർദ്ദ വള്ള കൈ. ദൈവം എന്തിനാ ബാബുവിനെ ഇന്ത്യയിൽ ജനിപ്പിച്ചു? Welcome to Kerala. Kerala is a very small, beautiful country like me. Yes, we know. You know? Then follow me. Come on, girls. Mr. Parshuraman axe throw to the sea and Kerala happened. What? Meru arichu Kerala undai. But how can he throw 800 kilometers? No, it's not possible. I don't believe it. Believe it. You don't know Parshuraman. He will throw. First time he will throw, Manude pidi uri poi. പിന്നീട് കൈ ഉളിക്കിരുന്ന പറഞ്ഞ ഏറാണ് ഏറ്. ആക്ച്വലി കുറച്ചുകൂടെ ശക്തിയായി എറിഞ്ഞിരുന്നെങ്കിൽ തമിഴ്നാട് കൂടെ കേരള ആയേനെ. I will give an experiment. See, this is a kalle. Look, even I can throw. Well, it's long time you up here, Mr. Shamina Indian style. എറിഞ്ഞ് തീർന്നില്ല. ദേ പരശുരാമനെ എടുത്തോണ്ട് വരുന്നു. എന്താടാ കബീറെ, എന്തു പറ്റി? ഏതൊരു നായിന്റെ മുനി കള്ള സൈത്താന്റെ തലയെറിഞ്ഞ് പൊടിച്ചു കളഞ്ഞു. രക്ഷപ്പെട്ടു. Come to the point. See, it's all because of you, you stupid fella. Come on, let's go. Pole, please, please. Girls, pole. ഇന്ന് തന്നെ അങ്ങ് എത്തിച്ചേക്കണം. ശരി സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ജാഫറെ ലഡ്ഡു എടുക്ക്. എന്താ മാഡം വിശേഷിച്ച്? മോക്കോല കല്യാണം ഫിക്സ് ആയി? ഏയ്, കല്യാണമൊന്നുമല്ല, മോക്ക് ജോലി കിട്ടി. ഇൻഫോസിസിലാ. സ്റ്റാർട്ടിങ് 40,000 ശമ്പളം. ആണോ? ആ. ജാഫ്രിക്ക? ആഫ്രിക്കയോ? ജാഫ്രിക്കാന്ന് വിളിച്ചാണേ. ലഡ്ഡു എടുക്ക്. 2 കൂടുതൽ എടുത്തോ, ചേച്ചിക്കും കൊടുക്കാലോ. അവൾക്ക് ഇനി ലഡുവിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. പത്മ മാഡത്തിന്റെ മോന്റെ കൂടെ പഠിച്ചല്ലേ ഈ സാനിബ? മോനിപ്പോ എന്നായിരുന്നു? എഞ്ചിനീയറിംഗ് പാസ്സല്ലേ അവൻ? കഴിഞ്ഞു. പക്ഷേ 2 പേപ്പറും കൂടിയേ കിട്ടാനുള്ളൂ. എഴുതിയ പേപ്പറിനൊക്കെ നല്ല മാർക്കാ. 2 പരീക്ഷയ്ക്ക് അവനെ മഞ്ഞപ്പിത്തായിരുന്നു. അത് മാത്രം എഴുതിയില്ല. ഈ കോർപ്പറേഷൻ വെള്ളത്തിന്റെ ഒരു ഗുണേ. അല്ല, കഴിഞ്ഞ 2 വർഷം മഞ്ഞപ്പിത്തമായിരുന്നോ മാഡം? കോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷമായില്ലേ? അതെ, ഇപ്പോഴത്തെ പിള്ളേർക്ക് പിത്തത്തിന്റെ അസുഖത്തിന് കൂടുതലാ അല്ലേ മാഡം? ഞാൻ ഈ ഫയൽ ഒന്ന് കുട്ടവൻ സാറിന് കൊടുത്തിട്ട് വരട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. പത്മേ, നാളെ മാക്സ് മാർക്ക് കമ്പനിക്കാരുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ഡിന്നർ ടാജിലാണ്. പത്മ ഉണ്ടാവണം. നാളെ
നാളെ ജോസിക്ക് ഒരു വഴിപാട് നടത്താൻ ചോറ്റാനിക്കര വരെ ഒന്ന് പോണം. എന്റെ പത്മേ, അവന് വേണ്ടിയിട്ടുള്ള ഈ നേർച്ചയും വഴിപാടും ഒക്കെ ഇനിയെങ്കിലും നിർത്തിക്കൂടെ? കുറെ നാളായി അവനെ കണ്ടിട്ട്. എവിടെയുണ്ട് കക്ഷി? രാവിലെ തന്നെ ഏതോ കൂട്ടുകാരന്റെ അപ്പം മരിച്ചു എന്നും പറഞ്ഞ് ശവടക്കിന് പോയിരിക്കുക.